ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഒരു മിറർ വീഡിയോ ആണ് കേട്ടോ ഇത്. അതാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ 6 മണി 6:15 കുഞ്ഞാസൈ എന്തുവാണെന്നറിയോ, രതീഷിനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അരുണേട്ടന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്തിട്ട് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോയിട്ട് മേടിച്ചു തരാം, ഒരു ചായ കുടിച്ചേക്കാമെന്ന്. കുറച്ച് നേരത്തെ എഴുന്നേറ്റിക്ക്, ഒരു 2 മണിക്ക് എഴുന്നേറ്റ് കിട്ടോ. കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു, ഒക്കെ പോസ്റ്റ് ചെയ്തു. ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചായയും ഒരു പഴംപൊരിയും കഴിക്കാൻ ഒരാഗ്രഹം. ഇപ്പോൾ പോയാൽ നല്ല ചൂട് നല്ല മുരിഞ്ഞ പഴംപൊരി കിട്ടും, അത് മേടിച്ചേക്കാം. ഇതാണ് മിറർ സെൽഫിയാണെന്ന് പറഞ്ഞത്. അത് മേടിച്ചേക്കാമെന്ന് കരുതി അങ്ങനെ പോവുകയാണ്. കാണുന്നുണ്ടോ എന്നെ? ഓക്കെ, അങ്ങനെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. മോനെ ഡോറൊന്ന് അടിച്ചേക്ക്. മക്കളെ എഴുന്നേറ്റ് കിട്ടോ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൽ ഭജന പാട്ട് വെച്ചതാ. നേരം വെളുത്തിട്ടില്ല, വെളുത്തോണ്ട് വരുന്നേ ഉള്ളൂ. സമയത്ത് ഒരു ആഗ്രഹം. അപ്പൊ പിന്നെ ആഗ്രഹങ്ങളൊന്നും ബാക്കി വെക്കാൻ പാടില്ലല്ലോ എന്നുള്ളത് അറിയാലോ. AC ഒന്ന് ഓഫാക്കട്ടെ. രാവിലെ തന്നെ തണുപ്പ് താങ്ങിയിടേ. നാല് മണിക്ക് തുറക്കുന്ന ഷോപ്പും 6 മണിക്ക് തുറക്കുന്ന ഷോപ്പും ഉണ്ട്. 4 മണിക്കത്തെ ഷോപ്പിൻ്റെ അത് അത്ര ടേസ്റ്റ് ഇല്ല. കണ്ട ബാക്കിൽ എന്തോ പുല്ലോ എന്തോ സംഭവമുണ്ട്. എന്ത് തന്നെയായാലും ഒന്ന് മുന്നോട്ടെടുക്കേണ്ട ആവശ്യം വന്നു. അപ്പം 4 മണിക്ക് തുറക്കുന്നിടത്ത് ഒരു വലിയ ടേസ്റ്റ് എനിക്ക് പിടിക്കുന്നില്ല. ആദ്യം അവിടെ നിന്ന് മേടിക്കാറ്. പക്ഷെ നമുക്കൊരു ഷോപ്പുണ്ട്, പ്രശോഭേട്ടൻ്റെ ഷോപ്പ്. എനിക്ക് ഡെയിലി ഫുഡ് കൊണ്ടുതരുന്ന ചേട്ടൻ. ആ ചേട്ടൻ്റെ ഷോപ്പിൽ പോയിട്ട് മേടിക്കാമെന്ന് കരുതി. പിന്നെ വിചാരിച്ചു പിള്ളേർക്കും എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഹോട്ടലിലാക്കാമെന്ന് കരുതി അതും മേടിക്കണം. അപ്പം ഇത് രണ്ടും ഒന്ന് മേടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, അങ്ങനെ പഴംപൊരി മേടിച്ചു. പിള്ളേർക്ക് ഇന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്ത് മേടിച്ചു എന്നറിയോ? എന്തായിരുന്നു, ഇഡ്ഡലി മേടിച്ചു. ഇഡ്ഡലി ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഞാൻ രതീഷിനെ കഴിക്കാനൊരാഗ്രഹം, അങ്ങനെ രതീഷിനെ മേടിച്ചു. ഇനി വീട്ടിലെത്തിയിട്ട് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കണം. ഒടുക്കമത്തെ തണുപ്പടെ ഭയങ്കര കോട പോലെ. ബൈപ്പാസ് സൈഡിൽ കേട്ടോ, നല്ല അടിപൊളി കോട പോലെ. അതേപോലെ ഭയങ്കര തിരക്കുമായിരുന്നു. ഈ ഒരു സമയത്തൊക്കെ ആ ഷോപ്പിൽ ഭയങ്കര തിരക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ, ഒന്നാമത് അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇപ്പം മലക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നൊരു സമയമാണല്ലോ. അപ്പം എല്ലാവരും അമ്പലത്തിൽ പോകുമല്ലോ രാവിലെ. അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു. ഏതായാലും സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോകണം, ചായ കുടിക്കണം, ഇത്ര തന്നെ. ഓക്കെ, അങ്ങനെ ചൂടോടൊക്കെ കുറച്ച് തോനെ മേടിച്ച് കേട്ടോ. ചൂടോടൊക്കെ കിട്ടുന്ന സാധനമായതുകൊണ്ട് തൊടാൻ പോലും പറ്റുന്നില്ല.
കഴിക്കൽ കുറച്ച് റിസ്ക് ആയിരിക്കും. മധുരമിടാത്ത കട്ടൻ ചായ. ആ എന്താ ടേസ്റ്റ്. നല്ല മുരിഞ്ഞതായിരിക്കും. അടുപ്പത്തുനിന്ന് കോരിയൊക്കെ പാടത്ത് എനിക്ക് തന്നതാന്ന് തോന്നുന്നു. മഴ കഴിച്ചിട്ട് പൊള്ളുന്നു. അപ്പം ചായയും പഴംപൊരിയും ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. വലിയ എണ്ണയായിട്ടൊന്നും എനിക്ക് തോന്നില്ല കേട്ടോ. അപ്പം ഏതായാലും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.